ഓൺലൈൻ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജ്യോതിഷവും അതിനനുസരിച്ച് ഓൺലൈൻ മോഡിലേക്ക് മാറാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. അത് ഓൺലൈൻ അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് വരുന്ന ഒരു ദിവസം തന്നെ 10-40 മേലെ കൺസൾട്ടേഷനും വരുന്നുണ്ട്. വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഓൺലൈനിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ ദേ ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. അത് കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിയുമ്പോൾ എൻജിനീയറിങ് അങ്ങനെയൊക്കെ കഴിയുമ്പോഴേക്ക് പ്രണയത്തിൻ്റെ ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അധികം. പിന്നെ നമുക്ക് അവരുടെ ഗ്രഹനില വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ എത്രയും എളുപ്പം പെട്ടെന്ന് അവർക്ക് ഇതിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സമാധാനം. ഒരു ഡോക്ടറെ പോലെ ലോയറെ പോലെ അവർക്ക് ഒരു കസ്റ്റമർക്ക് എല്ലാം മനസ്സ് തുറന്ന് പറയാനുള്ള വേറൊരു അത്താണിയായിട്ട് അസ്ട്രോളജർ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഈ അസ്ട്രോളജർ എടുത്ത് ഫോണിൽ കൂടി മുഖം കാണാതെ ആ മനസ്സ് തുറന്ന് പറയാനുള്ള അവസരം ഈ ഓൺലൈൻ. ജ്യോതിഷം വിശ്വസിക്കാമോ? അതായത് ജ്യോതിഷത്തിൽ വളരെ വിശ്വാസമുള്ള ആൾക്കാരും വിശ്വാസ്യത ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലും കുറവുള്ള കാലങ്ങളാണ്. അതിൽ ഒരു സമയത്ത് ജ്യോതിഷത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങളിൽ ജ്യോതിഷത്തിനെ ഒരു വൻ കമേഴ്ഷ്യലൈസ്ഡ് ഒരു ടൂളായിട്ട് മാത്രം മാറ്റിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് നമ്മൾക്കൊരു ഉണർവ് പോലെ തിരിച്ചടി കിട്ടുന്നത് ഈ പറയുന്ന കോവിഡ് വരുന്നത്. കോവിഡിന് ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഓൺലൈൻ അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റിയോട് കൂടി ഒരുപാട് പേര് ഓൺലൈൻ കൺസൾട്ടൻസി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂജൻ ഫാമിലി അല്ലെങ്കിൽ ന്യൂജൻ ജനറേഷനിലുള്ള ആൾക്കാർ കൺസൾട്ടൻസിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, അവരുടെ കരിയറിനും അവരുടെ പേഴ്സണൽ ലൈഫിനും. സാർ, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്തുകൊണ്ട് ജ്യോതിഷത്തിന് വിശ്വാസ്യത കൂടി എന്നുള്ളത്? തീർച്ചയായിട്ടും. കാരണം ജ്യോതിഷത്തിനുള്ള വിശ്വാസ്യത നേരത്തെ പുരാണകാലങ്ങളിൽ വളരെയധികം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചതിന് ശേഷം ഗ്രാജ്വലി കുറഞ്ഞു വരുന്ന ഒരു ഇതാണ് കണ്ട് അതൊരു ജ്യോതിഷം നോക്കുന്ന ഒരു ഫാഷനായിട്ടും കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് പ്രദീപ് പറഞ്ഞ പോലെ തന്നെ കോവിഡിന് ശേഷം ആൾക്കാരെല്ലാം ഒരു ഓൺലൈൻ മോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ജ്യോതിഷവും അതിനനുസരിച്ച് ഓൺലൈൻ മോഡിലേക്ക് മാറാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മോഡിലേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെയും കൂടാനുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രീതിയിൽ ഈ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഫിംഗർ ടിപ്പിൽ വേണം. എനിക്ക് ഞാനൊരു ഓൺലൈൻ അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് വരുന്ന ഒരു ദിവസം തന്നെ 10-40 മേലെ കൺസൾട്ടേഷനും വരുന്നുണ്ട്. അതിൽ 4% എന്ന് പറഞ്ഞാൽ ഒന്ന് കുട്ടികൾ, എനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാകാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു പരിഹാരം പറഞ്ഞു തരും. അതെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്. രണ്ടാമത് സ്വല്പം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ 12th ആ പീരീഡിലുള്ള കുട്ടികളാണ്. അത് കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിയുമ്പോൾ എൻജിനീയറിങ് അങ്ങനെയൊക്കെ കഴിയുമ്പോഴേക്ക് പ്രണയത്തിൻ്റെ വന്നു. അവർ വന്നു കഴിയുമ്പോൾ എനിക്ക് പ്രേമം, ഞാൻ ഒരാളെ റിലേഷൻഷിപ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാൾ ഇപ്പോൾ എന്നെ ഒരാഴ്ചയായിട്ട് എന്നെ വിളിക്കുന്നില്ല, ഇനി എന്ത് ചെയ്യണം? അതിനും ജ്യോതിഷിയെ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ അത് കഴിഞ്ഞ് പാസ്സായി ജോലി കിട്ടുന്നില്ല, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല? അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു മാരേജ് വേണം. അതിനും എല്ലാവർക്കും എന്ത് കാരണം ആവശ്യം വന്നു കഴിഞ്ഞാലും വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഓൺലൈനിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. അതുമാത്രമല്ല, അവർക്ക് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, കംഫർട്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈവൻ ഏത് രാത്രിയിൽ, ഇതിപ്പോൾ ഓൺലൈൻ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 24/7. അപ്പോൾ ഏത് സമയത്തും അസ്ട്രോളജറെ വിളിക്കാനും അത് ഒരു ന്യൂക്ക് ഓഫ് എ കോർണർ അവർ ബെഡ്റൂമിലിരുന്ന് സംസാരിക്കാനും ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ എനിക്കും ഇതിനകത്തായിട്ട് പറയാനുണ്ട്. ഒരു കോള് വന്നത് എനിക്ക് രാത്രി 10 മണിക്കാണ്. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് വിദേശത്താണ്, കുഞ്ഞുണ്ട്, ഭർത്താവായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പിണക്കോ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ അവരുടെ വിഷമങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു.
അപ്പോൾ ആദ്യം ചാറ്റിലാണ് തുടങ്ങിയത്. അപ്പോൾ അവരുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് കോൾ മോഡിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഉറങ്ങുകയാണ്, അപ്പോൾ അതുകൊണ്ട് കോൾ മോഡിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഉറക്കം നഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാൻ ചാറ്റ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു ഉദാഹരണം, ഇതേപോലെ ഒരു 2 കമിതാക്കൾ ചെറുപ്പക്കാർ നല്ല IT പ്രൊഫഷണൽസ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അവരുടെ ജോലിനെയും ബാക്കിയുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ വന്നു. ഞാൻ നല്ല രീതിയിൽ അതിനുള്ള റിപ്പറ്റേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അയാളുടെ പ്രണയബന്ധനത്തിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ എന്നെ പിന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഞാനും ഒരു കുട്ടിയായിട്ട് പ്രണയിക്കുന്നുണ്ട്, അപ്പം ഞങ്ങളുടെ ജാതകപ്പൊരുത്തം നോക്കണമെന്ന് പറഞ്ഞ് നോക്കി ഞാൻ കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് ചേരുന്നില്ല. അപ്പോൾ അയാളുടെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ, സാറേ ഞാൻ ജ്യോതിഷത്തിനെ വിശ്വസിച്ചു, എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജ്യോതിഷത്തിനെ വിശ്വസിച്ച് കഴിഞ്ഞു, അത് കേട്ടു, പക്ഷേ എനിക്ക് ഇപ്പോൾ ഇത് ചേരുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ജ്യോതിഷത്തിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇനി സാറ് നെഗറ്റീവായിട്ട് എൻ്റെ അടുത്തൊന്നും പറയണ്ട, എനിക്ക് എന്തെങ്കിലും ഈ കുട്ടിയല്ലാത്തൊരു ജീവിതം എനിക്കില്ല, ആ രൂപത്തിലേക്കാണ് അയാളുടെ. കാരണം പലപ്പോഴും അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചില സമയത്ത് ഈ അസ്ട്രോളജർ ഒരു മറുപടി കൊടുക്കണം എന്നുള്ള രീതിയിൽ വരികയാണ്. അത് നമ്മുടെ അസ്ട്രോളജിയിൽ അതിന് ചെയ്യുന്ന ചിലരെങ്കിലും എല്ലാ 1-2 ആളാണെന്നുണ്ടെങ്കിലും അത് ആ അസ്ട്രോളജിക്ക് വരുന്ന ഒരു പുഴുക്കുത്താണെന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സർ, ഈ പറയുന്ന ഓൺലൈൻ ജാതകങ്ങൾ, ഓൺലൈൻ കൺസൾട്ടൻസി കൂടിയപ്പോൾ ഒരുവിധപ്പെട്ട അറിവുള്ള ജ്യോതിഷന്മാർക്കെല്ലാം ഒരു നല്ല ലെവലിലേക്കുള്ള ഒരു കൺസൾട്ടൻസി സ്കെയിലബിലിറ്റി ഉണ്ടായി. സോ സാധാരണപ്പെട്ട ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഓരോ സെഗ്മെൻറ്റ്, അതായത് വിവാഹം, എന്താ പറയുക, കരിയർ, പിന്നെ അതുപോലെ സാമ്പത്തികം, പല ഭാഗങ്ങളിലേക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ജ്യോതിഷന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ന്യൂജനിലെ ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ജ്യോതിഷത്തിലേക്ക് വിശ്വാസം വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും കാരണം അവർക്ക് ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അധികം. പിന്നെ നമുക്ക് അവരുടെ ഗ്രഹനില വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ എത്രയും എളുപ്പം പെട്ടെന്ന് അവർക്ക് ഇതിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ്. ഇപ്പോൾ പല ഇതിനകത്തും എനിക്ക് വരുന്ന ഓൺലൈൻ കൺസൾട്ടേഷനിൽ തന്നെ ഒരു 80% തന്നെ പറയാം സ്ത്രീകളാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കല്യാണത്തിന് പ്രേമിക്കുന്ന സമയത്തുള്ള അത് തൊട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഭർത്താവ് എന്തെങ്കിലുമായിട്ട് പിണക്കങ്ങൾ വന്നു കഴിഞ്ഞ് അത് കുട്ടികളായിട്ട് കലാശിച്ച് പിന്നെ ഡൈവേഴ്സായി കഴിഞ്ഞ് പിന്നെ അല്ലെങ്കിൽ വേറൊരു കൂട്ടരുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 4-5 കൊല്ലം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിൻ്റെ വിഷമം. ഇതൊന്നും അവർക്ക് സാധാരണ രീതിയിൽ പുറമേ ഒരാളുടെ അടുത്തേക്ക് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെ വേറെ പോയി കണ്ടിട്ട് പറയാൻ അവർക്ക് മനസ്സ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ ബോധം അനുവദിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവർക്ക് നേരിട്ട് ഒരു ജ്യോത്സ്യനെ അസ്ട്രോളജറുടെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റുക, അതായത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്കൊരു വിവരം കിട്ടുക, അവരെ സമാധാനിപ്പിക്കുന്ന നമുക്ക് ഒരു അസ്ട്രോളജർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്തോളം എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഒരു ഡോക്ടറെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ലോയറെ പോലെ അവർക്ക് ഒരു കസ്റ്റമർക്ക് എല്ലാം മനസ്സ് തുറന്ന് പറയാനുള്ള വേറൊരു അത്താണിയായിട്ട് അസ്ട്രോളജർ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രായോഗിക. പ്രത്യേകിച്ചും 2 വ്യക്തികൾ തമ്മിലുള്ള ഈ വിവാഹത്തിന് ശേഷമുള്ള സൗന്ദര്യ പിണക്കങ്ങളും മറ്റു പ്രശ്നങ്ങളും അവർക്കൊക്കെ നമുക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ദേ ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. നമുക്ക് ജാതകത്തിൻ്റെ മറവിൽ അതിൻ്റെ ബേസ് ചെയ്തതിലും കൊണ്ട് തന്നെ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുക അവരുടെ ജീവിതത്തിന്. ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ് കുട്ടി ഉണ്ടാവാത്ത ഒരു ദമ്പതികൾക്ക് അവർക്ക് നിങ്ങൾക്ക് വിവാഹത്തിന് ഇത്രയും ഇതില്ല, അതിന് ഇന്ന കാരണങ്ങളെ കൊണ്ടാണ്, 5-ാം ഭാവത്തിൽ എന്തെങ്കിലും ഭാവഗ്രഹങ്ങളുണ്ട്, കേതുണ്ട്, രാഹുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊക്കെയും പുറമേ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ അസ്ട്രോളജറുടെ അടുത്ത് ഫോണിൽ കൂടി മുഖം കാണാതെ മനസ്സ് തുറന്ന് പറയാനുള്ള അവസരം ഈ ഓൺലൈനിൽ കൂടി കിട്ടുന്നു. അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശരിയാ, സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ പറയുന്ന പല കാര്യങ്ങൾക്കും
അസ്ട്രോളജേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സർ, അതിലുപരി പഴയ കാലങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജനിച്ച സമയവും ജനിച്ച ഡേറ്റും വളരെ കൃത്യമായിരുന്നു. ഇപ്പോൾ ഈയിടെ കാലങ്ങളിൽ പല ആൾക്കാരുടെ കയ്യിലും ജനിച്ച ഡേറ്റ് മാത്രമേ ഉള്ളൂ, സമയം പലർക്കും അറിയില്ല. ഹോസ്പിറ്റലിൽ വളരെ ഫോക്കസ്ഡ് ആണ്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ പല രീതിയിലും ടൈം എടുത്തു കൊടുക്കുന്നു. ടൈം കറക്റ്റ് ആണോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ഈ ടൈം ഇല്ലാതെ വരുന്നവർക്ക് എങ്ങനെയാണ് ആസ് എ ജ്യോതിഷൻ അത് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ലേ, നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ആസ്ട്രോളജീനെ സംബന്ധിച്ച് ഇപ്പോൾ ഓൺലൈൻ ആസ്ട്രോളജിയിൽ ഇപ്പോൾ ചെയ്യുന്നത് അവർ പറയുമ്പോൾ അവർക്ക് പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, ഇത് മൂന്നും നോക്കിയിട്ടാണ് ഒരു ആസ്ട്രോളജി അതിൻ്റെ ഗ്രഹനില പ്രിപ്പയർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, എവിടെയാണ് പ്രസവിച്ച് സ്ഥലത്തിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ടൈം ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റിൻ്റെ ഇടയിലുള്ള ഒരു മിഡിൽ പോയിന്റ് എടുത്തു കഴിഞ്ഞ് ഏകദേശം നോക്കി കഴിഞ്ഞാൽ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റ് വരാറില്ല. അവരുടെ ജാതകത്തിനെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോഴും പലപ്പോഴും ഈ ഓൺലൈൻ ആസ്ട്രോളജിയിലാണ് ഏറ്റവും അധികം ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ 12 noon എന്നുള്ള രീതിയിൽ എടുത്തു കഴിയുമ്പോൾ ഏകദേശം അത് അവരുടെ ഗ്രഹനിലയായിട്ട് കമ്പയർ ചെയ്തിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വലിയ തെറ്റ് കാണുന്നില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സന്തോഷം. അപ്പോൾ എല്ലാ പേർക്കും ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ വളർച്ച വളരെ വലുതാണ്. ജ്യോതിഷം അന്നും ഇന്നും വളരെ സത്യമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ശാഖ തന്നെയാണ്. അതിനകത്ത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും എന്ന് പറയുന്നത് നല്ല ജ്യോതിഷന്മാർ കൊടുക്കുന്ന അറിവുകളും വഴികാട്ടിയുമാണ് പൂർണ്ണമായിട്ടും ഇവർക്ക് ഒരു വെളിച്ചമുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ടോർച്ചാണ്, ഇരുട്ടത്ത് പോകുന്നൊരു ടോർച്ചായിട്ടാണ് ഈ പറയുന്ന ജ്യോതിഷം അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് പറഞ്ഞ മാതിരി ടോർച്ചാണ്, ഒരു ചൂണ്ടുപലകയാണ്. നമുക്ക് നേരെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മുന്നിലൊരു തടസ്സം കാണുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്നതാണ് ജ്യോതിഷം. ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിൽ പോകാൻ നമുക്ക് ഒരു പിടിവള്ളിയായിട്ട് ജ്യോതിഷത്തിനെ കൊണ്ടു നടക്കാം. വളരെ നല്ല സന്തോഷം. നന്ദി.